സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇനിയപ്പോൾ 3 ആഴ്ചകൾ കൂടി മാത്രമേ നമ്മുടെ മുന്നിലേക്ക് ബിഗ് ബോസ് എത്താൻ സമയമുള്ളൂ. അപ്പം പ്രേക്ഷകരൊക്കെ ചിന്തിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് ഈ ഒരു സീസൺ 7ലേക്ക് എത്ര കോമണേഴ്സ് ഉണ്ടായിരിക്കുമെന്നാണ്. കാരണം ഓൾറെഡി കോമണേഴ്സ് എന്നുള്ള ഓഡീഷൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും ആപ്ലിക്കേഷൻ ഫോമൊക്കെ അയക്കേണ്ട ഡേറ്റും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. പലരും സോഷ്യൽ മീഡിയകളിലും ബിഗ് ബോസിന്റെ വീഡിയോയ്ക്ക് അടിയിലും ഒക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, കോമണേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്തവർക്ക് ആർക്കെങ്കിലും കോൾ എത്തിയോ? അപ്പം അവരോട് ആദ്യം തന്നെ ഒന്ന് പറയട്ടെ, ഇവർക്ക് അയച്ചു കൊടുത്ത വീഡിയോയും കാര്യങ്ങളും ഒക്കെ അവർ വാച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു വീക്കെൻഡോട് കൂടി അവർ പയ്യെ സെലക്ഷൻ പ്രൊസീജിയറും അവരുടെ ഓഡീഷൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമെന്നാണ് അറിയുന്നത്. ആരും ധൃതിയൊന്നും കൂട്ടണ്ട, അതുപോലെ തന്നെ എല്ലാവരെയും ഒന്നും വിളിക്കുമെന്നൊന്നും ആരും പ്രതീക്ഷകളൊന്നും വേണ്ട. ഇതിപ്പം IG സ്പോൺസർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടൊരു പരിപാടി ഒപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് വിളിക്കുന്നവരെ എല്ലാവരെയും അങ്ങോട്ട് വിളിക്കുമെന്നൊന്നും കരുതരുത്. അവരിത് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ഉണ്ടാവും. അത് എല്ലാവർക്കും കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം അതിനനുസരിച്ച് അവര് ഇതൊക്കെ കണ്ടക്ട് ചെയ്തതിന് ശേഷം ഇതിനു വേണ്ടിയിട്ടുള്ളവരെ വിളിക്കുന്നതായിരിക്കും. ഒഫീഷ്യലി ഫോർ ഓഡീഷൻ, വീഡിയോ കോൾ ഓഡീഷൻ ആയിട്ടാണ്, സൂം മീറ്റിംഗ് അതുപോലെയൊക്കെ ഉള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പം വെയിറ്റ് ചെയ്യുക. ഈ ഒരു വീക്കെൻഡ് അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി എന്താണെന്നുണ്ടെങ്കിലും അതിനെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് അറിയുന്നത്. അപ്പം ആൾക്കാർക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഈ ഒരു സീസണിൽ എത്ര കോമണേഴ്സ് ഉണ്ടാകുമെന്ന്. അപ്പോൾ കോമണേഴ്സിന്റെ കാര്യം പറയുമ്പോൾ സീസൺ 5 മുതലാണ് ബിഗ് ബോസ് മലയാളത്തിൽ കോമണേഴ്സ് വന്നു തുടങ്ങുന്നത്, ശരിയല്ലേ? അപ്പോൾ സീസൺ 5 ഒരു കോമണറായിട്ട് നമ്മുടെ ഗോപികയായിരുന്നു വന്നിരുന്നത്. സീസൺ 6ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം 2 കോമണേഴ്സ് വന്നു. അത് കഴിഞ്ഞൊരു വൈൽഡ് കാർഡായിട്ട് ഒരു കോമണറും കൂടെ വന്നു. അതായത് ആദ്യം 2 പേര് റസ്മിൻ ബായും അതുപോലെ തന്നെ നിഷാനയും നോർമൽ കണ്ടസ്റ്റൻസ് വരുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ടിങ്ങിൽ വന്നു. അത് കഴിഞ്ഞ് നന്ദന വൈൽഡ് കാർഡായിട്ടും ബിഗ് ബോസിലേക്ക് വന്നു. അങ്ങനെ മൊത്തം 4 കോമണേഴ്സ് ആണ് ഇതുവരെയും നമ്മുടെ ബിഗ് ബോസ് മലയാളത്തിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു തവണ 3 കോമണേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു സീസൺ 7ലേക്ക് 4 പേര് വരാനുള്ള സാധ്യതകളെ പറ്റിയാണ് പ്രേക്ഷകരൊക്കെ സംസാരിക്കുന്നത്. അപ്പം എനിക്കും അത് പറയാനുള്ളത്, ഈ ഒരു സീസണിൽ മേ ബി 2 പേര് അല്ലെങ്കിൽ 3 പേര് കൂടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒത്തിരി പേര് അല്ലെങ്കിൽ കോമണേഴ്സ് ആയിട്ട് വരും. അപ്പം 2 പേര് അല്ലെന്നുണ്ടെങ്കിൽ 3 പേര്, അതിൽ കൂടുതൽ പോകില്ല എന്നാണ് തോന്നുന്നത്. ബട്ട് 4 പേരെ കൊണ്ടുവന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ പേര് പറയുന്നതും 2 പേര് കോമണേഴ്സ് ആയിട്ട് വരണമെന്നാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഈ വീഡിയോയുടെ ഇടയിൽ ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങൾ എത്ര പേര് കോമണേഴ്സ് ആയിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അതുപോലെ എങ്ങനെയുള്ള കോമണേഴ്സ് ആയിട്ട് എത്തണമെന്നാണ്, ആരൊക്കെ ആയിരിക്കണം എത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളും ഒന്ന് കമന്റിൽ തന്നെ പറയുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 പേരാണെന്നുണ്ടെങ്കിൽ ഒരു മെയിലും അതുപോലെ തന്നെ ഒരു ഫീമെയിലും ആയിരിക്കണം. അതല്ല ഇനി 4 പേരാണെന്നുണ്ടെങ്കിൽ 2 മെയിലും 2 ഫീമെയിൽസും ആയിരിക്കണം. അല്ലെങ്കിൽ അല്ലാതെ എല്ലാ തവണയും ഫീമെയിൽസിന് മാത്രം ഒരു കൺസിഡറേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്ര നല്ല കാര്യമല്ല. ഭയങ്കര ഇക്വാളിറ്റി ഉണ്ട്, എല്ലാവരും ഒരുപോലെയൊക്കെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞ 2 സീസണുകളിലും ഫീമെയിൽസിന് മാത്രമേ അവസരം കൊടുത്തിട്ടുള്ളൂ. ആദ്യത്തെ 5ാമത്തെ ഒരു സീസണിൽ ഒരാളെ വന്നുള്ളൂ, കുഴപ്പമില്ല, മെയിൽ ഓർ ഫീമെയിൽ, ഒരാളെ ഫീമെയിൽ ആയിട്ട് അകത്തേക്ക് വിട്ടു. 2ാമത്തെ സീസണിൽ 3 പേര് കോമണേഴ്സ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും മെയിൽസിന് അവസരങ്ങളില്ല. ആകെ 3 ഫീമെയിൽസിനെയാണ് കയറ്റിവിട്ടിരിക്കുന്നത്. എന്നിട്ടോ ഇതിനകത്തെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരും പറയുന്നത് ഇത് തന്നെയാണ്. ഇതുവരെയും വിട്ട 4 കോമണേഴ്സ് ആയിട്ട് വിട്ടിട്ടുള്ള ഫീമെയിൽസിന്റെ കാര്യം എല്ലാവർക്കും അറിയാം. വൻ ദുരന്തങ്ങളായിരുന്നു, വൻ തോൽവികളായിരുന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല. അതിപ്പോ മെയിലിനെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതി പറഞ്ഞതൊന്നുമല്ല. വിട്ടിരുന്നെങ്കിൽ നമുക്കറിയാമായിരുന്നു. ഇതിപ്പം നമ്മൾക്ക് അത് ഒരു ഐഡിയയും ഇല്ല. അപ്പൊ ഈ ഒരു സീസണിലേക്ക് ഭൂരിഭാഗം പ്രേക്ഷകരും ആവശ്യപ്പെടുന്നതും അവരുടെ താല്പര്യവും മെയിലും അതുപോലെ തന്നെ ഫീമെയിൽ കോമണറും ഉണ്ടാകണമെന്നാണ്. അത് 2 പേരാണെന്നുണ്ടെങ്കിൽ ഒരു ഫീമെയിലും ഒരു മെയിലും, അതല്ല 4 പേരാണെന്നുണ്ടെങ്കിൽ 2 ഫീമെയിൽസും അല്ലെന്നുണ്ടെങ്കിൽ 2 മെയിലും ആയിരിക്കണം. അത് 3 പേരാണെന്നുണ്ടെങ്കിൽ പോലും അതിൽ കൂടുതലും 2 മെയിലിനെയും ഒരു ഫീമെയിലിനെയും വിടണമെന്നാണ് എല്ലാവരും തന്നെ കമന്റുകളിലും ഒക്കെ കാണുന്നത്. അതുപോലെ ഈ ഒരു കോമണേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ പോലും തീർത്തും സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്നവരോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് ഭയങ്കര രീതിയിൽ വരാൻ നിന്ന് അത്യാവശ്യം 4 പേര് അറിയാവുന്നവരെയൊക്കെ കൊണ്ടുവരാതെ കോമണർ എന്ന വാക്കിനോട് മീൻ ചെയ്യുന്ന രീതിയിൽ കുറച്ച് സാധാരണക്കാർക്ക് അവസരം കൊടുക്കുക. കാരണം കോമണറെ ആണല്ലോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ പിന്നെ 10 പേര് അറിയുന്ന ഫേമസ് ആയിട്ട് നിൽക്കുന്ന സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കയറി വന്നുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ കാശ് വാങ്ങിയോ അല്ലാതെയോ പലരുടെ റെക്കമെൻഡേഷനിലോ ഒക്കെ കയറി വരുന്നവർക്കൊക്കെ അവസരം കൊടുക്കാതെ കോമണറായിട്ട് നിൽക്കുന്നവരെ കോമണറായിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട്
നോക്കിയിട്ട് സെലക്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങളുടെ ഷോയ്ക്ക് ബെറ്റർ എന്ന് തോന്നുന്നവരെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ മതി. ബട്ട് സാധാരണക്കാർക്ക് അവസരം കൊടുക്കുക, അതുപോലെ തന്നെ മെയിലിനെയും ഫീമെയിലിനെയും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ തന്നെയാണ് നല്ലൊരു ശതമാനം പ്രേക്ഷകരുടെയും ആവശ്യകത. അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ബിഗ് ബോസ് തന്നെ ചോദിച്ചിരിക്കുന്ന ഈ ഒരു സീസണിലേക്ക് എത്ര കോമണേഴ്സിനെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു. അപ്പൊ അതിനിടയിൽ വരുന്ന കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 അല്ലെങ്കിൽ 4 പേര് വരണമെന്നാണ് പലരും തന്നെ പറയുന്നത്. ബട്ട് അതോടൊപ്പം തന്നെ മെയിലും ഫീമെയിൽ കോമണേഴ്സിനെയും കൊണ്ടുവരണം. ഫീമെയിൽസിന് മാത്രമായിട്ട് ഒരു അവസരം കൊടുത്ത് ഈ ഒരു സീസണും നശിപ്പിക്കരുത്. 2 പേർക്കും അവർക്കേതായിട്ടുള്ള അവസരങ്ങൾ കൊടുക്കണം. അതോടൊപ്പം ഈ ഒരു പോസ്റ്റിൽ ഭയങ്കര രസകരമായിട്ടുള്ള പല കമന്റുകളും വന്നിട്ടുണ്ട്. 1-2 ഞാൻ വായിക്കാം. ഇപ്പൊ ഈ ഒരു പോസ്റ്റ് വന്നപ്പോ തൊട്ട് പ്രേക്ഷകരൊക്കെ നല്ല രീതിയിലും പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഫീഡ്ബാക്കും അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള സെലക്ഷൻ പ്രൊസീജിയർ ഒക്കെ നടക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കണം പ്രേക്ഷകരും പറയുന്നത്. പലരും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, കഴിഞ്ഞ തവണത്തെ പോലെയുള്ള കൂറകളെ മൊത്തം തിരിഞ്ഞു പിടിച്ച് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരുത് കോമണറായിട്ട്. അടുത്തത്, കഴിഞ്ഞ തവണത്തെ റസ്മിനെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരരുത്. അത് പറയാൻ പാടില്ലാത്ത വാക്കുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ ഞാൻ മാറ്റി പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ ആൾക്കാരെ കൊണ്ടുവരണം. കഴിഞ്ഞ വർഷത്തെ പോലെ യൂസ്ലെസ് കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരരുത്. പിന്നെ ചിലർക്ക് താല്പര്യമില്ല, എന്ത് നടന്നാലും പ്രശ്നമില്ലെന്നൊക്കെയാണ് പറയുന്നത്, എന്തെങ്കിലും ചെയ്തിട്ട് പോടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇഷ്ടമുള്ള അത്ര ആളുകളെ കൊണ്ടുവന്നു. പിന്നെ ഒരാൾ പറഞ്ഞിരിക്കുന്നത്, എത്ര പേരുണ്ടായാലും കുഴപ്പമില്ല, ആരായാലും കുഴപ്പമില്ല, കുറച്ച് വിദ്യാഭ്യാസവും വിവരവുമുള്ള ആൾക്കാരെ കൊണ്ടുവന്നാൽ നന്നായിരിക്കും. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ചു കയറ്റാതെ കുറച്ചൊക്കെ വിവരവും വിദ്യാഭ്യാസവും കാര്യവിവരവും ഒക്കെ ഉള്ള ആൾക്കാരെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഷോ കാണുമ്പോൾ നമുക്കും അതിൻ്റെതായിട്ടുള്ള ഒരു രസമൊക്കെ ഉണ്ടാകും. കാര്യങ്ങൾക്കൊരു നീക്കുപോക്ക് ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു വിവരവും വെള്ളിയാഴ്ചയില്ലാത്ത ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി ഒച്ചയും ബഹളവും ഒക്കെ വെച്ച് മൊത്തത്തിൽ ഷോ തന്നെ അലമ്പാക്കി കളയും. ഇതൊക്കെ തന്നെയാണ് മൊത്തത്തിൽ കഴിഞ്ഞ തവണത്തെ പോലെ ആൾക്കാരെ കൊണ്ടുവരുത്, ഇതുപോലെയുള്ള ആൾക്കാരെ വേണ്ട, കുറച്ച് പഠിപ്പും വിവരമുള്ളവരെയൊക്കെ കൊണ്ടുവരണം. എല്ലാ തവണയും സ്ത്രീകൾക്കല്ലേ അവസരം കൊടുക്കുന്നത്, ഈ തവണ പുരുഷന്മാർക്ക് അവസരം കൊടുത്തുകൂടെ? അങ്ങനെ പലരും ഇതുപോലെയുള്ള കമന്റ്സുകളൊക്കെയാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇതിൽ നിന്നൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഞാനും പറഞ്ഞിരിക്കുന്നത്, മാക്സിമം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, മെയിൽ കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ ഫീമെയിൽ കണ്ടസ്റ്റൻസിനും അവസരം കൊടുക്കുക. 1, 2, 3, 4 ആയിക്കോട്ടെ, അത് ഈക്വൽ ആയിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കുറച്ച് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആൾക്കാരെ സോഷ്യൽ മീഡിയയിൽ അധികം ഹൈപ്പൊന്നും ഇല്ലാതെ സാധാരണക്കാർക്ക് അവസരം കൊടുക്കുക, കോമണേഴ്സ് ആയിട്ടുള്ള വരുന്നവർക്ക്. അപ്പം നല്ലത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല കോമണേഴ്സ് ഈ ഒരു സീസണിലും എത്തട്ടെ. 1-2 പേരൊക്കെ മതി എന്നാണ് എന്റെയും ഒരു പേഴ്സണൽ ആഗ്രഹം. അത് ഇനി അതിന്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാലും അധികം കോമണേഴ്സ് ഒന്നും ഉണ്ടാകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പം അടുത്തൊരു ബിഗ് ബോസ് ടോക്കുമായിട്ട് മറ്റൊരു വീഡിയോ കാണാം.